നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീനാരായണപുരത്ത് കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച കുടിവെള്ള ടാങ്ക് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ നിരസിച്ചതിനെതിരെ BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ പുതിയ OP കെട്ടിട നിർമ്മാണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരം മുള്ളൻ ബസാറിൽ കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് പരിക്കേറ്റ ഒരു തൊഴിലാളി കൂടി മരിച്ചു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സെയ്ഫുൾ മണ്ഡൽ ആണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയാണ് മരിച്ചത്. മാർച്ച് 3 തീയതി ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ശ്രീനാരായണപുരം മുള്ളൻ ബസാറിൽ വെച്ച് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് മെഹബൂൾ ഇസ്ലാം എന്നയാൾ അന്ന് തന്നെ മരണപ്പെട്ടിരുന്നു. മുള്ളൻ ബസാർ സെന്ററിന് വടക്ക് ഭാഗത്തുള്ള റോഡിൽ നിന്നും സമീപത്തെ മറ്റൊരു കാനയിലേക്ക് കാന ലിങ്ക് ചെയ്യുന്നതിനായി പുതിയ കാനയ്ക്കായി കുഴി എടുത്തുകൊണ്ടിരിക്കെ അരികിലെ സ്വകാര്യ പറമ്പിലെ മതിൽ തലയ്ക്ക് മുകളിലൂടെ ഇടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കളി രീതിയിലൂടെയും നിരീക്ഷണത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കഥകളിലൂടെയും നേടിയെടുത്ത അറിവുകളുടെ പ്രദർശനമൊരുക്കി CSM കിൻഡർ ഗാർഡനിൽ പ്രൊജക്ട് എക്സിബിഷൻ നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേശ് ബാബു M പ്രൊജക്ട് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, PTA പ്രസിഡന്റ് ഇർഷാദ് ചേറ്റുവ, KG ഇൻചാർജ് സെറ ബാനു തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ഫൗണ്ടേഷൻ സ്റ്റേജിൽ പറയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികളാണ് CSMൻ്റെ കിൻഡർ ഗാർഡനിൽ അഥവാ ഫൗണ്ടേഷൻ സ്റ്റേജിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. 6 ഡൊമൈനുകളായി 68 കോമ്പറ്റൻസികളിൽ കുട്ടികൾക്കുള്ള വികാസമാണ് CSMൽ ഞങ്ങൾ കുട്ടികളിൽ വളർത്തുന്നത്. പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കളികളിലൂടെയും കഥകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയാണ് കുട്ടികൾ ഓരോ കോമ്പറ്റൻസിയും ഇവിടെ ആർജിക്കുന്നത്. നാട്ടിക MLAയും CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗവുമായ CC മൂന്നിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാത്തതിനെ തുടർന്ന് CC മൂന്നൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. നാട്ടികയിൽ പേയ്മെൻറ്റ് സീറ്റാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉയർത്തുകയുണ്ടായി. CPI ജില്ലാ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നാണ് നടപടിയെടുത്തത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന മുകുന്ദനെ കഴിഞ്ഞ സമ്മേളനകാലത്ത് മണ്ഡലം കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. CC മുകുന്ദൻ നിരന്തരം പാർട്ടി അച്ചടക്കം ലംഘിച്ച് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. മണലൂർ നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെ പ്രൊഫസർ C രവീന്ദ്രനാഥ് വിവിധ പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി. CPMൻ്റെ ആദ്യകാല നേതാക്കളുടെ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലുമാണ് പ്രൊഫസർ രവീന്ദ്രനാഥ് സന്ദർശനം നടത്തിയത്. മണലൂർ നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ രവീന്ദ്രനാഥ് മാസ്റ്ററെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിനും കമ്മിറ്റിക്കും ശേഷം അടുത്ത ദിവസം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെയാണ് അദ്ദേഹം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ തുടങ്ങിയവർ അനുഗമിച്ചു.
നാട്ടിക CDSന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷ പരിപാടി നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനു ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ രാജി രഞ്ജൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ അമ്പിളി മോഹൻ, റിട്ടയേർഡ് ബ്രിഗേഡിയർ പത്മ കോമളം, CC അഖില എന്നിവർ സംസാരിച്ചു. ലഹരിമുക്ത ക്ലാസ് എക്സൈസ് ഓഫീസർ ഹരികൃഷ്ണൻ, ഫാസിൽ എന്നിവർ നയിച്ചു. ജെൻഡർ RP ജിത സുരേഷിന്റെ നേതൃത്വത്തിൽ സുംബ ഡാൻസും നടത്തി. കുടിവെള്ളം മുടങ്ങുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കാൻ തയ്യാറായ കുടിവെള്ള ടാങ്ക് രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച വലപ്പാട് പഞ്ചായത്തിലെ UDF LDF കൂട്ടുമുന്നണിക്കെതിരെ BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇതിനെ തുടർന്ന് BJP ജനപ്രതിനിധികളായ ശോഭന ഷൺമുഖൻ, PV ആനന്ദൻ, രശ്മി ഷിജോ, ജിതിൻ റാം വിയത്ത്, ജിഷ സജീഷ് എന്നിവർ പഞ്ചായത്തിലെ ബഡ്ജറ്റ് ചർച്ചയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും കമ്മിറ്റി ബഹിഷ്കരിക്കുകയും ചെയ്തു. BJP വലപ്പാട് ഏരിയ പ്രസിഡന്റ് മോഹൻദാസ് ഭഗവതി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുണഗിരി, നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ്, മണ്ഡലം ട്രഷറർ കാർത്തികേയൻ, എടമുട്ടം ഏരിയ പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ, ഉമ്മർ പോക്കാക്കില്ലത്ത് സോമദത്തൻ, പ്രിയങ്ക KP, ഷൈര സദാശിവൻ, സിജി സോമസുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ ഇടതുപക്ഷക്കാരനോടും വലതുപക്ഷക്കാരോടും സൂചിപ്പിക്കാനുള്ളത് ശ്രീ സുരേഷ് ഗോപി MP-യെ അംഗീകരിക്കുവാനും അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വയ്ക്കുന്ന ഫണ്ടുകൾ ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. ആ ഇടപെടലുകളിൽ അനുകൂലമായിട്ടുള്ള സമീപനമെടുക്കുവാൻ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ കുടിവെള്ള വിഷയമാണ്. പ്രാദേശികമായി ഇവിടുത്തെ വലപ്പാടുമായി ബന്ധപ്പെട്ട് വലപ്പാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കുടിവെള്ള വിഷയമാണ് ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. കുടിവെള്ള വിഷയത്തിന് MP ഫണ്ടിൽ നിന്നും ടാങ്കർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത്. നാട്ടിക MLAയുടെ കഴിവുകേട് കാരണം കോടികളുടെ പദ്ധതികൾ നഷ്ടപ്പെടുത്തി നാട്ടികയുടെ വികസനത്തെ പിന്നോട്ടടിച്ചതിൽ പ്രതിഷേധിച്ച് BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പോളി ജംഗ്ഷനിൽ സായാഹ്ന ധർണ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടികയുടെ വികസനത്തിനല്ല മറിച്ച് CPIക്ക് കോടികളുടെ വികസനം ഉണ്ടാക്കാനാണ് ഇവിടുത്തെ MLAമാർ പ്രവർത്തിക്കുന്നതെന്ന് നിലവിലെ MLA തന്നെ തുറന്നു സമ്മതിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ അധ്യക്ഷനായി. PT ശ്രീകുട്ടൻ, ജ്യോതിദാസ്, ജില്ലാ സെക്രട്ടറി EP ഹരീഷ് മാസ്റ്റർ, വാർഡ് മെമ്പർ അംബിക ടീച്ചർ, AK ചന്ദ്രശേഖരൻ, NJ ഉണ്ണി, ഷാജി പുളിക്കൽ, ലാൽ ഊണുങ്ങൽ, KS സുധീർ, ഭരതൻ വളവത്ത്, TK സുനിൽ, രഹന ബിനീഷ്, ഷൈനി ഇയാനി, NK വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. MLA ആയി നമ്മുടെ നാടിനും നാട്ടുകാർക്കും ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ സന്ദേശ യാത്ര അവസാനിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അത് വളർന്നു വലുതായി പടർന്നു പന്തലിച്ച അന്തിക്കാട് ഓഫീസിൽ ചെന്നപ്പോഴാണ് അത്ര അറിയുന്നത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പഴയ കണക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. മടിയിൽ കനവുള്ളവന് മാത്രം സീറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്ക്, ഇത് നമ്മൾ പലതവണ പറയുന്നതാണ്, പല കാര്യങ്ങളായിട്ട് കാലഘട്ടങ്ങളിൽ പറയുന്നതാണ്. മടിയിൽ കനവുള്ളവർക്ക് മാത്രം സീറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് പണ്ടേ മാറി. അപ്പൊ അങ്ങനെ മടിയിൽ കനമുള്ള മുൻ MLA ആയിട്ടുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ് സ്വർണം കൊണ്ട് പൊതിഞ്ഞ കല്യാണം നടത്തി മകൾക്ക് 200 പവനും പണ്ടൊക്കെ നമ്മളൊരു കഥ പറയും. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡ് 12-ലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലത്തിൻ്റെ സമ്മതപത്രം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് ഏറ്റുവാങ്ങി.
വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB സുനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിന രാജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS സുജിത്, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഹസീന താജു, ആസൂത്രണ സമിതി അംഗങ്ങൾ ബ്ലോക്ക് സെക്രട്ടറി VS റിജുകുമാർ എന്നിവർ സംസാരിച്ചു. നടപ്പിലാവാത്ത പദ്ധതികളൊക്കെ മാറ്റാതിരുന്നത് ഈ പദ്ധതി മാറ്റി സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക്. അപ്പോൾ കഴിഞ്ഞ തവണ വെച്ചത് 13,49,000 രൂപയാണ് കഴിഞ്ഞ തവണ വെച്ചത്. അപ്പോൾ നമ്മൾ ഇത്തവണ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയി പദ്ധതി ഉണ്ടാക്കുമ്പോൾ തന്നെ സ്ഥലത്തിൻ്റെ തീരുമാനം വന്നപ്പോൾ സന്തോഷമായപ്പോൾ 13 ലക്ഷം നമുക്ക് ഒന്നും നടക്കുന്ന കാര്യം. ചെറിയ കുടിവെള്ള പദ്ധതികളിൽ നടക്കുള്ളൂ. മുഴുവൻ നമ്മൾ വാട്ടർ അതോറിറ്റിനെ ആശ്രയിച്ചിട്ട് അത് നടക്കുന്ന കാര്യം. അപ്പോൾ ഇത്തരം ചെറിയ പദ്ധതികൾ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് കാലഘട്ടത്തിൽ ചേറ്റുവായി ഇത്തരം ചെറിയ പദ്ധതി 6 നടക്കും. ഇപ്പോഴും വിജയകരമായി നടക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയ സ്വാശ്രയ കുടിവെള്ള പദ്ധതി വെള്ളം ലഭ്യത അനുസരിച്ച് വെള്ളമില്ലാത്ത സ്ഥലത്ത് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനിച്ചപ്പോൾ ഇത്തവണ നമ്മൾ വെച്ചിട്ടുള്ളത് ഏകദേശം 11,99,000, മൊത്തം 23,48,000 രൂപ ആയിരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറുന്ന കേന്ദ്ര സർക്കാരിനെതിരെ KSKTU നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഏരിയ പ്രസിഡന്റ് MV മുകേഷ് അധ്യക്ഷനായി. ചേർപ്പ് ഏരിയ സെക്രട്ടറി KC രമേശ്, നാട്ടിക ഏരിയ പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം കോമളം രാജൻ, NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR പ്രജിത്ത്, MB സഹദേവൻ എന്നിവർ സംസാരിച്ചു. ജനങ്ങളുടെ ക്ഷേമ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ഏർപ്പെടുത്തുന്നുണ്ടോ അതൊന്നും വേണ്ടതില്ല എന്ന പൊതു അഭിപ്രായത്തിന്റെ ആളുകളാണ് മോദി സർക്കാർ. മോദി തന്നെ ആ ഒരു നിലപാട് പല ആവർത്തി നമ്മുടെ പാർലമെന്റിനകത്ത് പറഞ്ഞതാണ്. അതിന്റെ ഒരു തുടർച്ച എന്ന വിധത്തിലാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ മോദി സർക്കാർ, മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പുതിയ തീട്ടൂരം അവരിറക്കിയിരിക്കുന്ന നമ്മൾ പത്രങ്ങൾ വായിച്ചതാണ്. ഞാൻ വിശേഷങ്ങളിലേക്ക് പോകാനല്ല. ഇനി മുതൽക്ക് കേന്ദ്ര ഗവൺമെന്റ് പെൻഷന്റെ ഭാഗമായി ₹1 ഒരാൾക്ക് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 62 ലക്ഷത്തിലേറെ ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്ന ആളുകളിൽ 8 ലക്ഷം പേർക്ക്, ആ 8 ലക്ഷം പേർക്ക് കിട്ടുന്ന പെൻഷനിൽ ഒരു ചെറിയ സംഖ്യ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട്. ഏകദേശം വിധവാ പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് 300, വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് 200, വാർദ്ധക്യകാല പെൻഷൻ 80 കഴിഞ്ഞ ആളുകൾക്ക് 500. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വ പഠനോത്സവം വിദ്യാർത്ഥി ഹരിതസേന ഇക്കോ സെൻസസ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വിതുൻ P, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജീന്ദ്രൻ, ഷീബ സന്തോഷ്, വിലാസിനി വേണുഗോപാൽ, EA ജോസി, ബ്ലോക്ക് ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ TR രമ്യ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 8 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വ്യത്യസ്ത പരിസ്ഥിതി വിഷയം അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV ഡേവിസ്, അമ്പിളി ശശി, ആശാ സുധീരൻ, പ്രസന്ന മനോജ്, സുനിത ബാബു, സിന്ധു ശിവദാസ് എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗണേശമംഗലം കൂട്ടായ്മയും GSM ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഗണേശമംഗലം കൂട്ടായ്മ പ്രസിഡന്റ് പുഷ്കരൻ, സെക്രട്ടറി ബിബീഷ്, ട്രഷറർ ശിവദാസ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CB സുനിൽകുമാർ, PK സുധർമ്മൻ, ശ്രുതി അജിത്ത് എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. രണ്ടാമത്തെ ഇഫ്താർ സംഘമാണിത്. ഇവിടെ വിവിധ മതങ്ങൾക്ക് അനുസൃതമായി അപ്പുറമായിട്ട് എല്ലാ മാനുഷിക ബന്ധങ്ങൾക്കും മൂല്യം നൽകുന്ന രൂപത്തിലുള്ള എല്ലാ മതത്തിൻ്റെയും വിവിധ ആഘോഷങ്ങൾ തമ്മിൽ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഏകദേശം 100-300ഓളം ആളുകൾ ഇതിനൊന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇനിയും വരും വർഷങ്ങളിൽ കൂടുതൽ ആളുകളെ എത്തിപ്പിച്ച് ഈ ഒരു മാനുഷിക ബന്ധങ്ങൾ, മാനുഷിക കൂട്ടായ്മ എന്നും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നിലനിൽക്കുന്നതിൻ്റെ ആവശ്യത്തിലാണ് ഇങ്ങനത്തെ ഒരു സംഘം നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നമ്മളുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും അതിഗംഭീരമായി നടത്താൻ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാകണമെന്നും ഈ പരിപാടിയിലേക്ക് വന്നെത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി ഞങ്ങളുടെ
അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ പുതിയ OP കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ ആയുഷിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ്. ഇന്ന് രാവിലെ നമുക്ക് ഹോമിയോ ഡയറക്ടറേറ്റിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇത്രയും നാളുകൾ സ്വന്തം കെട്ടിടത്തിലല്ല ഹോമിയോ ഡയറക്ടറേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ട്രെയിനിങ് ഇൻ ആയുഷ് നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ 14 നിർമ്മാണം പൂർത്തിയാക്കിയ ആശുപത്രികളുടെ ഉദ്ഘാടനം നടക്കുകയാണ് ആയുഷിൽ. 11 ആയുഷ് ആശുപത്രികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും ഇവിടെ നടത്തപ്പെടും. ഈ കാലഘട്ടത്തിൽ ഒട്ടനേകം പ്രവർത്തനങ്ങൾ ആയുഷ് മേഖലയുമായി ബന്ധപ്പെട്ട് നടത്താൻ നമുക്ക് കഴിഞ്ഞു. അതിൽ ചരിത്രത്തിൽ ആദ്യമായി 252 തസ്തികകൾ സൃഷ്ടിച്ചു. 200 കോടി രൂപ ചെലവഴിച്ച് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം സാധ്യമാക്കി. ഉടുമ്പൻചോലയിൽ പുതിയ ആയുർവേദ കോളേജ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം 250 സ്ഥാപനങ്ങൾക്ക് NABH അക്രഡിറ്റേഷൻ ലഭിച്ചു. അതോടൊപ്പം നമുക്ക് നിർമ്മാണ ഉദ്ഘാടനം നടത്തപ്പെടുന്ന സ്ഥലങ്ങൾ കൂടിയുണ്ട്. ഇന്റഗ്രേറ്റഡ് ആയുഷ് ആശുപത്രി, പാരമ്പര്യ ഔഷധ പഠന കേന്ദ്രം കാപ്പുകാട്, കോട്ടൂർ, അത് മരുവിക്കര നിയോജക മണ്ഡലമാണ്. സർക്കാർ ആയുർവേദ ആശുപത്രി ചെറുവട്ടൂർ, കോതമംഗലം, സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറി നായരമ്പലം വൈപ്പിൻ, സർക്കാർ ആയുർവേദ ആശുപത്രി അന്തിക്കാട് നാട്ടിക, സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി കിള്ളനല്ലൂർ. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. നാഷണൽ ആയുഷ് മിഷന്റെ 1 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ OP ബ്ലോക്ക് നിർമ്മിക്കുന്നത്. തൃശൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആര്യ സോമൻ പദ്ധതി വിശദീകരണം നടത്തി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ, തൃശൂർ ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ബീനാകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ടീച്ചർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ, വാർഡ് മെമ്പർമാരായ സിദ്ധാർത്ഥൻ കളത്തിൽ, AV ശ്രീവത്സൻ, ജോബി CL, രാധാചന്ദ്രൻ, രാജീവ് സുകുമാരൻ, ആയുർവേദ ആശുപത്രി CMO ഡോക്ടർ ലിജ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. താന്യം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ 28 അംഗനവാടികൾക്കും മിക്സി വിതരണം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അംഗനവാടി വർക്കർ ശാന്ത KS മിക്സി നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീന ദേവി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ഷൈനി ബാലകൃഷ്ണൻ, ഷിജി ശിവദാസ്, മിനി ചന്ദ്രൻ, സന്തോഷ് വാഴപ്പുള്ളി, സതി ജയചന്ദ്രൻ, മിനി ജോസ്, സെക്രട്ടറി സുനിത, ICDS സൂപ്പർവൈസർ ഫാത്തിമ EM എന്നിവർ സംസാരിച്ചു. KNM ചന്ദ്രാപിനി ടൗൺ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സലഫി മസ്ജിദിൽ വെച്ച് തദ്കിറ 2026 തസ്കിയത്ത് ക്ലാസും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ജാമിയ ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് പ്രിൻസിപ്പാൾ അംജദ് അമീൻ സ്വലാഹി ക്ലാസ് എടുത്തു. മസ്ജിദ് ഇമാം അജ്മൽ ബുസ്താനി ഗിറായത്ത് നടത്തി. KNM മണ്ഡലം പ്രസിഡന്റ് MP ഷാഹുൽ ഹമീദ്, സെക്രട്ടറി KA ബഷീർ, ട്രഷറർ PK റസാഖ്, യൂണിറ്റ് സെക്രട്ടറി PA മുഹമ്മദ്, ഹംസ ചന്ദ്രാപിനി, കുഞ്ഞി മുഹമ്മദ് ചാമക്കാല, MJ ഫൈസൽ, അയ്യൂബ് നമ്പ്രാട്ടിച്ചിറ, KK അഫ്സൽ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിനി സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, യൂണിറ്റ് പ്രവർത്തകരടക്കം 100ഓളം അംഗങ്ങൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. എനിക്ക് സ്വയം അറിയുന്നില്ല. കലണ്ടർ നോക്കിയാലേ പെട്ടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ അതൊന്ന് അന്വേഷിക്കണം, നോക്കണം, കണക്ക് കൂടണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ നീയത്തിൽ സാരമായ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എത്രാമത്തെ നോമ്പാണെന്ന് പോലും അറിയാതെ യാന്ത്രികമായാണ് നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ നമ്മുടെ നോമ്പ് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്? നമ്മുടെ നോമ്പിന് നീയത്ത് എങ്ങനെയാണ് ശരിയാവുന്നത്? നമ്മുടെ നോമ്പ് എങ്ങനെയാണ് പൂർണ്ണമായ ഒരു പ്രതിഫലം ലഭിക്കുന്ന നന്മയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് എന്ന ബോധം, എന്ന ചിന്ത ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ലൈബ്രറികൾക്കുള്ള സാധന സാമഗ്രികളുടെയും 5 പഞ്ചായത്തിലെ 100 ദിനം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഗംബൂട്ടുകളുടെയും വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഭാസ്കരൻ ബ്ലോക്ക് പരിധിയിലുള്ള 24 ലൈബ്രറികൾക്ക് TV, സൗണ്ട് സിസ്റ്റം, ഫാൻ, ഫർണിച്ചർ തുടങ്ങിയവയും 400ഓളം വരുന്ന തൊഴിലാളികൾക്ക് ഗംബൂട്ടുകളും വിതരണം ചെയ്യാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ തുക വകയിരുത്തിയിരിക്കുന്നത്.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാമില സലീം, ഷോല മഹേഷ്, ഡിവിഷൻ മെമ്പർമാരായ ഇർഷാദ് ചേറ്റുവ, സന്തോഷ് കേരാച്ചൻ, ഹസീന താജു, ഷൈന മുഹമ്മദ്, ടി.പി. സോമൻ, രാജിഷ ശിവജി, അജ്മൽ ഷെരീഫ് വി, താരാബാബു, ജോയിന്റ് PDO സലാഹുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രന്ഥശാലകൾ ആവശ്യപ്പെട്ട ഉപകരണങ്ങൾ കൊടുക്കുകയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ബൂട്ട് കൊടുക്കുകയും അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഗ്രന്ഥശാലകളുടെ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ അടയാളമായ ഗ്രന്ഥശാലകൾ, അതിൻ്റെ സജീവ പ്രവർത്തനത്തിന് നമ്മളെന്നും പിന്തുണ ഉണ്ടാവും. പിന്നെ ഇന്ന് ഇത് കുറച്ച് വൈകാൻ കാരണം നൗഷാദ് പറഞ്ഞല്ലോ, നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ളൊരു ഓർഡർ ഉണ്ട്. ഗവൺമെൻറ് ബോട്ടൽ സൈറ്റുകളായ ജന്മിൽ നിന്നൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു വന്നപ്പോൾ അതും നമ്മൾ ഉദ്ദേശിച്ച പ്രൈസും തമ്മിൽ ടാലിയാവുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആ സൈറ്റ് ഓപ്പൺ ആവേണ്ട ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ കിട്ടിയ സാധനങ്ങൾ കൊടുക്കുകയും ബാക്കിയുള്ളത് നമ്മൾ ആ സൈറ്റ് ഓപ്പൺ ആയി കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും. തളിക്കുളം സർദാർ സൗഹൃദ കൂട്ടായ്മയുടെ ഇഫ്താർ സംഗമം വിപുലമായി നടന്നു. തളിക്കുളം SNVUP സ്കൂളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ജാതിമത ഭേദമന്യേ 1000 പേർ പങ്കെടുത്തു. ഇഫ്താർ സംഗമത്തിലെ മുന്നോടിയായി വിവിധ വ്യക്തികളെ ആദരിച്ചു. 40 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക റംല ടീച്ചർക്ക് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, വാർഡ് മെമ്പർ ഷമീർ നാലകത്ത് എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. ബോക്സിംഗിൽ നാഷണൽ ചാമ്പ്യനായ സഫ്വാനെ, ഷിറാസ്, ഷംസുദ്ദീൻ എന്നിവർ ചേർന്ന് ആദരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BSc IT-യിൽ 5ാം റാങ്ക് നേടിയ ഫാത്തിമയെ അഡ്വക്കേറ്റ് സന്തോഷ് വടക്കൻകാട്ടിൽ, അബ്ദുൾ റഹ്മാൻ പോക്കാക്കില്ലത്ത് എന്നിവർ ചേർന്ന് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, വാർഡ് മെമ്പർ ഷമീർ നാലകത്ത് എന്നിവർക്കുള്ള ആദരവും ചടങ്ങിൽ നൽകി. സർദാർ സോഷ്യൽ ക്ലബ്ബ് പ്രവാസി ഘടകം ട്രഷറർ കിഷോർ പുല്ലേക്കാട്ടിൽ, SNVUP സ്കൂളിൻ്റെ മാനേജറും സർദാറിൻ്റെ രക്ഷാധികാരിയുമായ സുഗതൻ മാസ്റ്റർ, അജി, അർഷാദ്, സുജിത് ചക്കമാട്ടിൽ, സുജിത് തോട്ടുപുര, ആനന്ദൻ കുറുവത്ത്, ഫൈസൽ വലിയകത്ത്, ഷെജീർ മതിലകത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് ഈ ഇഫ്താർ സംഗമത്തിന് ജാതിമത ഭേദമന്യേ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ വാർഡിലെയും പരിസരത്തെയും എല്ലാ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എന്ന് തന്നെ പറയാം. ഇഫ്താർ സംഗമം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മതസ്ഥരും ഒരുമിച്ചിരുന്നു കൊണ്ട് ആ നോമ്പ് തുറന്നുകൊണ്ട് ആ സന്തോഷം പങ്കിടുന്ന ഒരു അവസരമാണ്. തീർച്ചയായും അത്തരത്തിൽ അങ്ങനെയൊരു ഇഫ്താർ സംഗമം കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എല്ലാ മതക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു കൂട്ടായ്മ വർദ്ധിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർദാർ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് സംഘടിപ്പിക്കാനായി നല്ലൊരു പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഏകദേശം 700ഓളം വരുന്ന നമ്മുടെ പരിസരത്തെ കുടുംബാംഗങ്ങൾക്കാണ് ഒരു വീട്ടിൽ നിന്ന് ഒരാളെയല്ല ക്ഷണിച്ചിരിക്കുന്നത്, ആ കുടുംബത്തെ മൊത്തമായി ക്ഷണിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയോടുകൂടി ഇന്നിവിടെ നോമ്പിൻ്റെ ആ ഒരു സമയം കാത്തുകൊണ്ടിപ്പോൾ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി യുവജന ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപയ്ക്കുള്ള വാദ്യോപകരണങ്ങളാണ് അന്തിക്കാട് ബ്ലോക്കിലെ 5 ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പട്ടികജാതി യുവജന ഗ്രൂപ്പുകൾക്ക് വിതരണം ചെയ്തത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NC സതീഷ് അധ്യക്ഷനായി. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR ബിജു, ജനപ്രതിനിധികളായ KP സന്ദീപ്, സലിജ ടീച്ചർ, മേനക ടീച്ചർ, റിൻസി നാസർ, PK കൃഷ്ണൻ, കാവ്യ പ്രശോഭ്, സുഭാഷ് അരിമ്പൂർ, നീതു ഷിജു, വിനിത ബെന്നി, സിജോ പുലിക്കോട്ടിൽ, MV സുരേഷ്, TB മായ, KK പ്രകാശൻ, ബ്ലോക്ക് സെക്രട്ടറി സുഷമ, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ ദിജി MT എന്നിവർ സംസാരിച്ചു. 2025-26 വർഷത്തിൽ ഉൾപ്പെടുത്തി SC കലാകാരന്മാരെ വളർത്തിയെടുക്കുക മാത്രമല്ല വാദ്യകലാ രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് 5 പഞ്ചായത്തുകളിൽ നിന്നായി 5 ഗ്രൂപ്പുകളെ SC കലാകാരന്മാരുടെ ഗ്രൂപ്പുകളെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ അവർക്കുള്ള വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്ന ചടങ്ങാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ പുതിയ ഭരണസമിതി കയറിയപ്പോൾ തന്നെ ഇത്തരം പ്രൊജക്റ്റുകൾ
വെച്ചിട്ടുള്ള കഴിഞ്ഞ ഭരണസമിതിയെ അഭിനന്ദിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണപുരത്ത് കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച കുടിവെള്ള ടാങ്ക് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ നിരസിച്ചതിനെതിരെ BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ പുതിയ OP കെട്ടിട നിർമ്മാണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.